4 ഉരുളക്കിഴങ്ങും 3 സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ട് ഞാൻ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കിഴങ്ങ് കറിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണത്. ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഗരം മസാല 1/2 ടീസ്പൂൺ. അപ്പം മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയപ്പോൾ ഞാനത് വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ കിഴങ്ങെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടത് ചൂടാക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കിഴങ്ങ് കറിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ.